ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നും വന്നിരിക്കുന്നത് ഒരു ഫേസ് പാക്കുമായിട്ടാണ്. കെമിക്കൽസ് ഒന്നും ചേർക്കാത്ത നാച്ചുറലായിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് ഞാൻ ഇതിലും ആഡ് ചെയ്തേക്കുന്നത്. ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തേതിൽ ഓരോന്നും ഞാനിട്ട് മിക്സ് ചെയ്യുമായിരുന്നു. എന്നാൽ ഇതിൽ ഞാൻ 4 ഐറ്റംസ് എടുത്തിരിക്കുന്നത്. അത് 4 പൊടികളാണ്. അപ്പോൾ അതെല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്താണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ചെയ്ത് നോക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ഒരു ജാറിലാക്കി നമുക്ക് സൂക്ഷിച്ച് വെക്കാം, സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിനെടുത്ത് ഉപയോഗിച്ചാൽ മതിയല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇതിൽ നമുക്ക് ആഡ് ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കസ്തൂരി മഞ്ഞൾ, മുൾട്ടാണി മിട്ടി, രക്തചന്ദനം, റൈസ് പൗഡർ. ഇത് 4മാണ് ഞാൻ ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഫേസിന് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനം കൂടിയുണ്ട് രക്തചന്ദനം, കസ്തൂരി മഞ്ഞൾ. അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ ഇത് ആഡ് ചെയ്തേക്കുന്നത്. ഇതിൽ നമുക്ക് വെള്ളം, പാല്, റോസ് വാട്ടർ ഇതിലേതെങ്കിലും ഒന്ന് ഒഴിച്ച് നമുക്ക് മുഖത്ത് പുരട്ടാവുന്നതാണ്. റോസ് വാട്ടർ ആയിരിക്കും കുറച്ചുകൂടെ നമുക്ക് ബെറ്റർ റിസൾട്ട് കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യണത്. ഡ്രൈ സ്കിന്നുള്ളവർ ഒന്നെങ്കിൽ തേനോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ ചേർത്ത് നമുക്ക് ഉപയോഗിക്കാം. ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. പാക്കിട്ട് കഴിഞ്ഞ് നമ്മുടെ ഫേസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത ശേഷം ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ കോൾഡ് ക്രീമോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ ചെയ്താലും മതി. ഇത് ആഴ്ചയിലൊരു 3-4 പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ചേഞ്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു 1 വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടാൽ തന്നെ നമ്മുടെ ഫേസിലെല്ലാം മുഖക്കുരും പാടും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറുമെന്നല്ല ഞാൻ പറയണത്, അതൊന്ന് കുറഞ്ഞ് കിട്ടും. എൻ്റെ ഫേസിൽ നെറ്റിയുടെ ഭാഗത്തായിട്ട് 3-4 പിമ്പിൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടതുകൊണ്ടാവാം എനിക്കത് ഇപ്പോൾ വലുതായിട്ട് അറിയുന്നില്ല. എന്നാലും ഉണ്ട്, പക്ഷെ അറിയുന്നില്ല. പിന്നെ നമ്മൾ ഏത് പാക്ക് ഇട്ടാലും നമ്മുടെ ഫേസ് നല്ല ക്ലിയർ ആയിട്ട് വേണം കേട്ടോ ഇടാൻ. അതിലൊരു ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് വേണം ഇടാൻ. പിന്നെ നമ്മൾ ഇടുമ്പോൾ ചെവിയിലും നമ്മുടെ നെക്കിലും കൂടെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ ഈ ബാറ്റർ എന്താണ് ഭയങ്കര ഒരു മെഴുക്ക് പോലെയുള്ള ഒരു ബാറ്ററല്ല, കുറച്ച് റഫാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ബ്രഷ് ഉപയോഗിച്ച് തേച്ചത്. കൈ കൊണ്ട് തേച്ചാലും ചിലപ്പോൾ താഴത്തൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ബ്രഷ് ഉപയോഗിച്ച് തേച്ചത്. റൈസ് പൗഡറും കൂടെ ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഈ മൂക്കിൻ്റെ അവിടെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ നമ്മുടെ മൂക്കിലെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും കുറയാൻ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ മൂക്കിൻ്റെ അവിടെ കുറച്ച് സോഫ്റ്റ് ആവാനും കൂടെ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. മൂക്കിലും പിന്നെ നമ്മുടെ ലിപ്പിൻ്റെ താഴെ അവിടെ നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും. നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് കഴുകിക്കളയുവാണ്. കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് അങ്ങോട്ട് പോകും. ഒരു നമ്മൾ ഓയിൽ ഫീൽ അങ്ങനെ തോന്നില്ല. എൻ്റെ ഒരു ഇച്ചിരി ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഞാനിതിൽ കുറച്ച് തേൻ ചേർത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫേസിൽ ഈ എണ്ണമയം ഉണ്ടാവില്ലേ, അത് ബാലൻസ് ചെയ്യാനായിട്ട് സഹായിക്കും കേട്ടോ. ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഹെൽത്തി സ്കിൻ നമുക്ക് കിട്ടും. നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന രോമ വളർച്ച അത് നമുക്ക് ബാലൻസ് ചെയ്യാനും കൂടെ ഹെൽപ്പ് ചെയ്യും. കാരണം അതിനകത്ത് കസ്തൂരി മഞ്ഞളും കൂടെ ആഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് അതും കൂടെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരാഴ്ചയിൽ ഒരു 3-4 പ്രാവശ്യം യൂസ് ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ബെറ്റർ റിസൾട്ട് കിട്ടും. കുറച്ച് ഒരു സ്ക്രബ് മോഡലായതുകൊണ്ട് ഞാനത് ലിപ്പിലും കൂടെ കുറച്ച് ഇതാക്കാൻ നോക്കിയതാണ് കേട്ടോ. എൻ്റെ ലിപ്പ് കുറച്ച് പിഗ്മെൻറ്റഡ് ആണ്. അപ്പോൾ ഞാൻ ഇത് ചുണ്ടിലും കൂടെ കുറച്ച് അപ്ലൈ ചെയ്തായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ സ്ക്രബ് ചെയ്ത പോലെ ചെയ്തപ്പോൾ എനിക്കൊരു സോഫ്റ്റ്നെസ് ഫീൽ കിട്ടിയായിരുന്നു. അതാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ. ഇത് നമ്മുടെ കൈക്കും കാലിനും കൂടെ അപ്ലൈ ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ. കാലും കയ്യിലും ഇടുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ കുറച്ച് ബ്ലൂ കൂടെ ചേർക്കുന്നത് നന്നായിരിക്കും. കുറച്ചും കൂടെ സോഫ്റ്റ് ആകാൻ കൂടി സഹായിക്കും.
ഫേസിൽ നമ്മൾ തുടക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് സോഫ്റ്റായിട്ട് എടുത്താലും മതി. പക്ഷെ നെക്കിൽ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ നമ്മൾ 2 വശത്ത് സൈഡിലുണ്ടാവുന്ന ബ്ലാക്ക് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ കഴുത്തിൻ്റെ 2 സൈഡിലൊരു എന്താ പറയുക, ഇരുണ്ടിരിക്കും. അത് നമുക്ക് കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവിടെ നമുക്ക് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഫൈനൽ റിസൾട്ട് ഇതാണ്. എനിക്ക് കുറച്ച് നന്നായിട്ട് തോന്നി. ഇപ്പോൾ ഫോണിലായതുകൊണ്ടാവാം നിങ്ങൾക്ക് ക്ലിയർ ആവാത്തത്. എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാനിതൊരു ആഴ്ചയിൽ യൂസ് ചെയ്ത് വരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരോടും താങ്ക് യു.